മഞ്ചും ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ചും ഈസായി രാഷ്ട്രീയ മഞ്ചും ഉള്ളത്. അതായത് നമ്മുടെ സഹോദര സമുദായങ്ങളെ ചേർത്ത് നിർത്താനും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രസിഡന്റായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവരുന്നത് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിജിയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളുണ്ട്, അവരെ ചേർത്ത് നിർത്തണമെന്ന ആഗ്രഹത്തിൽ ഒരു പോയിന്റ് കൂടി വന്നിരുന്നു. ഗണഗീതം പാടുവാൻ ഇവർ വിസമ്മതിച്ചിരുന്നു, ഇവരുടെ ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ സമ്മതിച്ചോന്നറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സംശയവുമില്ല, ഗണഗീതവും പാടണം. എന്താ പ്രശ്നം? നമസ്കരിപ്പു ഭാരതം അങ്ങേ എന്ന കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയെയോ ഗുരുജി ഗോൾവൽക്കറിനെയോ സ്മരിക്കുന്ന മനോഹരമായ ഗണഗീതമാണ്. എനിക്ക് ആ ഗണഗീതം, ഞാൻ RSS കാരനല്ല, പക്ഷെ എനിക്ക് ഗണഗീതം നന്നായിട്ട് അറിയാം. അങ്ങനെ പാടുമ്പോഴല്ലേ ഇൻക്ലൂസിവിറ്റി ഉണ്ടാകുന്നത്. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് എതിർപ്പ് കാണാം, പക്ഷേ RSS എന്ന സാംസ്കാരിക സംഘടനയോട് ബന്ധപ്പെട്ട ഒരു രാജ്യസ്നേഹം പാടാൻ, അല്ലെങ്കിൽ പരമ പവിത്ര മദാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന പാട്ട് നമ്മൾ പാടണം. ആ പാടുന്നത് വിവാദമാക്കുന്നതിന്റെ നേരെ മറുവശമായി നമ്മൾ മാറിപ്പോരുത്. അതിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. പരമപവിത്രം പാടിയാൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരുടെ മിററായി മാറരുത്. അതായത് കമ്മ്യൂണിസ്റ്റുകാർ പരമപവിത്രം പാടിയാലോ നമസ്കരിപ്പു ഭാരതം അങ്ങേ പാടിയാലോ എതിർക്കും. അത് പാടില്ല. കാര്യം സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്ത കേശവ് ബൽറാം ഹെഡ്ഗേവാർജിയും ഇവരുടെ രണ്ടുപേരുടെയും പോയിന്റ് ശരിവെക്കുകയാണല്ലോ ശ്രീ രാഹുൽ ഈശ്വർ. അപ്പോൾ ഭയക്കേണ്ടവരെ അവർ ഭയക്കുന്നുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നില്ല അവരങ്ങനെ ചെയ്തു. അവർ എത്രയോ ഭക്തിഗാനങ്ങൾ പാടുന്നു. ഇനി എന്തെങ്കിലും പൊളിറ്റിക്കൽ അഫിലിയേഷൻ പോയിന്റ് ആദ്യം മുന്നോട്ട് വെച്ചു കേട്ടോ. അല്ല, എനിക്കറിയില്ല കേട്ടോ. ഞാൻ നന്ദഗോവിന്ദ ഭജൻസ് എന്നല്ല പറഞ്ഞത്, ക്ഷേത്രത്തിൽ പരമപവിത്രം പാടാൻ പോയ പല ക്ഷേത്രങ്ങളിലും തടസ്സപ്പെടുത്തി എന്നാ പറഞ്ഞത്. അയ്യോ, എനിക്കറിയില്ല. അങ്ങനെ തെറ്റാണ്. നമ്മളതിനെ എതിർക്കണം. അതായത് പരമപവിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതാംബയെ പൂജിക്കുന്നതാണ്. അവിശ്വാസികൾ ക്ഷേത്രം ഭരിക്കേണ്ട, ഇവിടെ അവിശ്വാസികളാണ് കേരളത്തിലെ സകല ക്ഷേത്രങ്ങളിലും ഉള്ളത്. അപ്പൊ ഇത് ഇതിന്റെ അപ്പുറം സംഭവിച്ചു. ശരി ഷാബു, ഒരു അസുലഭ നിമിഷമാണിത്. താങ്കളും രാഹുൽ ഈശ്വറും ഒരേ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും രാഹുലിനെ അനുകൂലിക്കുകയാണല്ലോ താങ്കളില്ലേ ഇവിടെ? അല്ല, എനിക്ക് എന്റെ ഉള്ളൊരു ഇതിന്റെ അകത്തുള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ രാഹുൽ ഈശ്വർ കൂടി ഇരിപ്പുണ്ട്, എനിക്കറിയാം. ഈ രാഹുൽ ഈശ്വറിനെ